അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിചരിത്രത്തിൻ്റെ യസ്രിബ് കാലഘട്ടത്തിൻ്റെ ആരംഭം എന്നുള്ള 10ാമത്തെ അധ്യായത്തിൻ്റെ 5ാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ. ആത്മനിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ച ശ്രദ്ധേയമായ മാതൃകയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പലപ്പോഴും വിശപ്പ് സഹിക്കുമായിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യം മൂലം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുക പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭക്ഷണത്തിലെ ഈ നിയന്ത്രണം ചിലപ്പോഴൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. ആട്ടിൻതുടയും പഴച്ചാറും തേനും മധുരപലഹാരങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. വസ്ത്രധാരണത്തിലും അദ്ദേഹം ലാളിത്യം പുലർത്തിയിരുന്നു. രോമമോ നാരുതുണിയോ പരുത്തിയോ കൊണ്ടുണ്ടാക്കിയ നീളൻ കുപ്പായവും ശിരോവസ്ത്രവുമായിരുന്നു സാധാരണ വേഷം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യമനിൽ നിർമ്മിച്ച ആഡംബര വസ്ത്രം ധരിക്കുന്നതിന് അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. താണതരം പാദരക്ഷകളാണ് ഉപയോഗിച്ചിരുന്നത്. നേഗസ് രാജാവ് 2 കുഫകൾ സമ്മാനമായി കൊടുത്തുവിടുന്നതുവരെ അദ്ദേഹം കുഫ ധരിച്ചിരുന്നില്ല. ഒരു വസ്തുവിനും സ്വന്തം ജീവിതത്തിൽ സ്വാധീനം നൽകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം വരിച്ച ഒരു ജീവിത വിരക്തിയായിരുന്നു അത്. ദീൻ അങ്ങനെ നിർബന്ധിക്കുന്നില്ല. സൂറത്തുൽ ബഖറയുടെ 57ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്നും ഉത്തമമായത് ഭക്ഷിച്ചു കൊള്ളുക. സൂറത്തുൽ ഖസസിൻ്റെ 77ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, അവൻ നിനക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നും പരലോകത്തെ കാംക്ഷിച്ചു കൊള്ളുക, പക്ഷേ ഇഹലോകത്തിലെ നിന്റെ ഓഹരി നീ വിസ്മരിക്കേണ്ടതില്ല. സൂറത്തുൽ ബഖറയുടെ 143ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, നാം നിങ്ങളെ ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് മിഡിൽ പാത്താണ്. 2 എക്സ്ട്രീമുകളും അതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ സന്യാസമോ ബ്രഹ്മചര്യമോ ഇല്ലാത്തത്. അതുപോലെ തന്നെ പരലോകത്തെ മറന്നുകൊണ്ട് ഇഹലോകത്തിനു വേണ്ടി മാത്രമുള്ള ജീവിതവും ഇസ്ലാമിൽപ്പെട്ടതല്ല. ധൂർത്തും ദുർവ്യയവും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. നിന്റെ ഇഹലോകത്തിനു വേണ്ടി നീ കൃഷി ചെയ്തു കൊള്ളുക. നാളെ തന്നെ മരിച്ചു പോകുമെന്ന ബോധത്തോടെ നിന്റെ പരലോകത്തിനു വേണ്ടിയും പ്രവർത്തിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിരിക്കുന്ന വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അനുമതി നമുക്കുണ്ട്. എന്നാൽ അങ്ങനെ ജീവിക്കുമ്പോൾ വരാനിരിക്കുന്ന പരലോകത്തെ നമ്മൾ മറന്നുപോകരുത്. പരലോകത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സ്വരുക്കൂട്ടാനുള്ള സമയം നമ്മുടെ ആയുസ്സാണ്. നമ്മൾ മരിച്ചു പോകുന്നതോടുകൂടി അതിനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. നാളെ ഖിയാമത്ത് നാളിൽ കർമ്മപുസ്തകങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ ഭരം തൂങ്ങുന്ന അമലുകൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അറിവാണ് എൻ്റെ മൂലധനം, വിവേകമാണ് എൻ്റെ ദീനിൻ്റെ സത്ത, സ്നേഹമാണ് എൻ്റെ അടിത്തറ, അഭിലാഷമാണ് എൻ്റെ വാഹനം, അള്ളാഹുവിൻ്റെ സ്മരണയാണ് എൻ്റെ കൂട്ടുകാരൻ, വിശ്വസ്തതയാണ് എൻ്റെ ഭണ്ഡാരം, ദുഃഖമാണ് എൻ്റെ സഹചാരി, വിജ്ഞാനമാണ് എൻ്റെ ആയുധം, ക്ഷമയാണ് എൻ്റെ വസ്ത്രം, സംതൃപ്തിയാണ് എൻ്റെ സമ്പത്ത്, ദാരിദ്ര്യമാണ് എൻ്റെ അഭിമാനം, വിരക്തിയാണ് എൻ്റെ സ്വഭാവം, ദൃഢവിശ്വാസമാണ് എൻ്റെ ശക്തി, സത്യസന്ധതയാണ് എൻ്റെ ശുപാർശകൾ, അനുസരണയാണ് എൻ്റെ തറവാട്, ത്യാഗമാണ് എൻ്റെ പ്രകൃതം, പ്രാർത്ഥനയാണ് എൻ്റെ സന്തുഷ്ടി. മദീനയിൽ ദിവസങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ അവസ്ഥകൾ മാറി വരികയാണ്. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സമയത്ത് അവരുടെ പക്ഷത്ത് ചേർക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതനും പുരോഹിതനുമൊക്കെയായ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പോയത് അവരെ സംബന്ധിച്ചിടത്തോളം തീരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. തങ്ങളിൽ നിന്നും കൂടുതൽ പേർ പൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ഇടിവ് പറ്റാതിരിക്കുന്നതിനും വേണ്ടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തന്നെ നിഷേധിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായി ഔസിലും ഖസ്റജിലും പെട്ട ബിംബാരാധകരും അതുപോലെ തന്നെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് സമൂഹത്തെ തൃപ്തിപ്പെടുത്താനുമൊക്കെ വേണ്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന കപടവിശ്വാസികളെയും അവർ കൂട്ടുപിടിക്കുകയാണ്. മക്കയിലെ ഖുറൈശികളുമായി നടന്നതിനേക്കാൾ രൂക്ഷവും ഗൗരവതരവുമായ ഒരു വാക്സമരം ആരംഭിക്കുകയാണ് ഇവിടെ മുതൽ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജൂതന്മാരും തമ്മിൽ. ജൂതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ, പുരോഹിതന്മാർ ഇസ്ലാമിൽ വിശ്വാസം നടിച്ചുകൊണ്ട് സമൂഹത്തിൽ കടന്നുകയറുകയുണ്ടായി. അവർ മുസ്ലിം സദസ്സുകളിൽ കടന്നുകൂടിയിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ മുസ്ലിങ്ങളുടെ വിശ്വാസം ചഞ്ചലപ്പെടുത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം.
അതിന് തൗറാത്തിൻ്റെ അധ്യാപനങ്ങളെപ്പോലും നിരസിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ അവർ ചോദിച്ചു, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? ഇതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ് ചെയ്തത്. കുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അവൻ ഏകനായ അള്ളാഹു ആകുന്നു. അള്ളാഹു സ്വമദ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരും തന്നെയില്ല. ഈ സൂറത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ 1/3 എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ പൊതുവിൽ 3 കാര്യങ്ങളെക്കുറിച്ചാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒന്ന് തൗഹീദ് അഥവാ ഏകദൈവത്വം, രണ്ടാമത്തേത് ആഖിറത്ത് അഥവാ പരലോകം, മൂന്നാമത്തേത് റിസാലത്ത് അഥവാ പ്രവാചകത്വം. സൂറ ഇഖ്ലാസ് എന്ന് പറയുന്നത് തൗഹീദിനെക്കുറിച്ച് വിവരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിനെ ഖുർആനിൻ്റെ 1/3 എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ് എന്നാൽ അർത്ഥം നിഷ്കളങ്കത എന്നാണ്. യാതൊരു കലർപ്പും കൂടാത്ത തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായം എന്ന നിലയ്ക്കാണ് ഈ സൂറയ്ക്ക് സൂറത്തുൽ ഇഖ്ലാസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനമായ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന നിലയ്ക്ക് സൂറത്തുൽ അസാസ് അടിത്തറ എന്നും, കൂടാതെ സൂറത്തുൽ മഅരിഫ വിജ്ഞാനം എന്നും, സൂറത്തു തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നും സൂറത്തുൽ ഇഖ്ലാസ് അറിയപ്പെടുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ജൂതന്മാർ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മുസ്ലിങ്ങൾ അവരെ ബലം പ്രയോഗിച്ച് പുറത്താക്കുകയാണ്. പിന്നീട് ഒരിക്കൽ ജൂതനായ ഷംസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഔസ് ഖസ്റജ് ഗോത്രക്കാർ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവരോട് പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ബുഗാസ് യുദ്ധത്തെക്കുറിച്ചും ആ യുദ്ധത്തിൽ ഖസ്റജ് ഗോത്രക്കാർ പരാജയം ഏറ്റുവാങ്ങിയതിനെക്കുറിച്ചുമൊക്കെ അയാൾ പറയാൻ ആരംഭിച്ചു. ഇത് കേട്ടതോടെ ജനങ്ങൾ പഴയ നാളുകളെക്കുറിച്ചൊക്കെ ഓർത്തു. എന്നിട്ട് അവർ പരസ്പരം തർക്കവും വീമ്പ് പറച്ചിലുമൊക്കെ ആരംഭിച്ചു. നിങ്ങൾ തയ്യാറാണെങ്കിൽ അതുപോലൊരു ഏറ്റുമുട്ടലിന് ഞങ്ങളും തയ്യാറാണ്, ഇരു ഗോത്രങ്ങളും വിളിച്ചു പറയാൻ ആരംഭിച്ചു. ഇതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സദസ്സിലേക്ക് വരികയാണ്. ഇസ്ലാം അവരുടെ ഹൃദയങ്ങളെ ഏകീകരിച്ചതിനെക്കുറിച്ചും അവർക്കിടയിൽ സഹോദരബന്ധം ഊട്ടിയുറപ്പിച്ചതിനെക്കുറിച്ചുമൊക്കെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സമൂഹം ഒന്നടങ്കം പൊട്ടിക്കരയുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അവതരിച്ച ഖുർആനിക ആയത്തുകൾ പലതും ഈ വേദക്കാർ വേദഗ്രന്ഥത്തെ നിഷേധിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളാണുള്ളത്. സൂറത്തുൽ ബഖറയുടെ 87 മുതൽ 89 വരെയുള്ള ആയത്തുകളിൽ മൂസായ്ക്ക് നാം ഗ്രന്ഥം നൽകി, അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു, മറിയമിൻ്റെ മകനായ ഈസായ്ക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിൻ്റെ പിൻബലം നൽകുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ദേഹേച്ഛ ഇഷ്ടപ്പെടാത്തതുമായി ദൈവദൂതന്മാർ വന്നപ്പോഴെല്ലാം അഹംഭാവം നടിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അവരിൽ ചിലരെ നിങ്ങൾ നിഷേധിച്ചു, ചിലരെ ഇതാ നിങ്ങൾ വധിച്ചു കളഞ്ഞു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭദ്രമാണെന്ന് അവർ പറയുന്നു. അല്ല, അവരുടെ സത്യനിഷേധം കാരണമായി അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നും അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരിൽ വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർക്ക് സുപരിചിതമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിനാൽ ആ നിഷേധികൾക്കത്രേ അള്ളാഹുവിൻ്റെ ശാപം. ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന വാഗ്വാദങ്ങൾ ചിലപ്പോഴൊക്കെ കയ്യാങ്കളിയുടെ വക്ക് വരെ എത്തിയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഫിൻഹാസ് എന്ന് പറയുന്ന ജൂതരുമായി നടന്ന സംഭവം ഇതിനൊരുദാഹരണമാണ്. ഒരിക്കൽ ഫിൻഹാസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് അള്ളാഹു ഒരാവശ്യമേ അല്ല, എന്നാൽ അള്ളാഹുവിന് ഞങ്ങളെ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ അവൻ നമ്മളോട് കടം ചോദിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ പലിശ വാങ്ങിക്കുന്നത് അവൻ വിലക്കുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് പലിശ തരുന്നു. ഞങ്ങളെ അവൻ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അവൻ പലിശ നൽകുമായിരുന്നില്ല. ഇത് സൂറത്ത് ബക്കറയുടെ 245 ആയത്തിൽ അള്ളാഹുവിന് ഉത്തമമായ കടം നൽകാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന ആയത്തിനെ കളിയാക്കിക്കൊണ്ട് ഫിൻഹാസ് പറഞ്ഞതായിരുന്നു. ഇത് കേട്ടതും സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാളെ അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നാം തമ്മിൽ ഒരു ഉടമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവാണ് നിന്റെ തല ഞാൻ എടുത്തേനെ, അള്ളാഹുവിൻ്റെ ശത്രു.
ഫിൻഹാസ് ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പരാതി പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചു എന്ന്. എന്നാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ നിഷേധിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് സൂറ ആലി ഇംറാനിലെ 181 ആയത്ത് അവതരിച്ചത്. അള്ളാഹു ദരിദ്രനും നമ്മൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു തീർച്ചയായും കേട്ടിട്ടുണ്ട്. അവർ ആ പറഞ്ഞതും അവർ പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തിയതും നാം രേഖപ്പെടുത്തി വെക്കുന്നതാണ്. കത്തിയെരിയുന്ന നരകശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് നാം അവരോട് പറയുകയും ചെയ്യും. ജൂതന്മാരുടെ ഈ കുടിലതന്ത്രങ്ങൾ ഔസിനും ഖസ്റജിനുമിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, അൻസ്വാറുകൾക്കും മുഹാജിറുകൾക്കുമിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കെണിയിൽപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഒരു ദിവസം ജൂത പുരോഹിതന്മാരും നേതാക്കളുമൊക്കെ അടങ്ങുന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് സ്വന്തം സമുദായത്തിലുള്ള സ്ഥാനവും പദവിയും ഒക്കെ താങ്കൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ സമൂഹം ഒറ്റക്കെട്ടായി പിന്നാലെ ഇസ്ലാമിലേക്ക് കടന്നു വരും. പക്ഷേ താങ്കൾ ഒരു കാര്യം ചെയ്തു തരണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനതയിൽപ്പെട്ട ചിലരുമായിട്ടൊരു തർക്കമുണ്ട്. ആ തർക്കത്തിന് ഞങ്ങൾക്ക് അനുകൂലമായി താങ്കൾ വിധി കൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇതിനെ തുടർന്നാണ് സൂറത്തുൽ മാഇദയുടെ 49-50 ആയത്തുകൾ അവതരിച്ചത്. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയും അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റാതിരിക്കുകയും അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന വല്ല നിർദ്ദേശത്തിൽ നിന്നും അവർ നിന്നെ തെറ്റിച്ചു കളയുന്നതിനെപ്പറ്റി നീ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്നും നാം കൽപ്പിക്കുന്നു. ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, അവരുടെ ചില പാപങ്ങൾ കാരണമായി അവർക്ക് നാശം വരുത്തണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന്. തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും ധിക്കാരികളാകുന്നു. ജാഹിലിയത്തിൻ്റെ വിധിയാണോ അവർ തേടുന്നത്? വാസ്തവത്തിൽ ദൃഢവിശ്വാസികളായ ജനതയ്ക്ക് അള്ളാഹുവിനേക്കാൾ ഉത്തമനായ വിധികർത്താവ് ആരാണുള്ളത്? തന്ത്രങ്ങളൊന്നും ഏശാതെ വന്നപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്നും നാടുകടത്തിയതുപോലെ മദീനയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്താക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ എത്തുകയാണ്. അതിനുവേണ്ടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയിട്ട് പറയുകയാണ്, മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ബൈത്തുൽ മുഖദ്ദിസിലേക്കാണ് പോയത്. അവരുടെ താവളം അവിടെയായിരുന്നു. താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അവർ ചെയ്തത് തന്നെ ചെയ്യുക. മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പലായന മധ്യേ ഇവിടെ കുറച്ചുനാൾ താമസിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഈ സംഭവം നടക്കുന്നത് ഹിജറയുടെ 2-ാം വർഷമാണ്. ഹിജറ കഴിഞ്ഞ് 17 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു സമയത്താണ് മുസ്ലിങ്ങളുടെ ഖിബില കഅബ ആക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. സൂറത്തുൽ ബഖറയുടെ 144 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, നബിയെ, താങ്കളുടെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ താങ്കൾക്കിഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് താങ്കളെ നാം തിരിക്കുകയാണ്. ഇനിമേൽ താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. ഇതിൻ്റെ ബാക്കി വിഷയം അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.